إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم 1924 ആദ്യമായി കേരളക്കരയിൽ ഒരു പണ്ഡിത സംഘടന രൂപീകൃതമായത്. KJU കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിലാണ് അതറിയപ്പെട്ടത്. ഐക്യസംഘം എന്ന് പറയുന്ന ഒരു പണ്ഡിത സംഘത്തിന്റെ കീഴിലായിരുന്നു അതിന്റെ രൂപീകരണം. അതിൽ നിന്നും ഒരു വിഭാഗം ആൾക്കാർ നമ്മൾ പാരമ്പര്യവാദത്തിന്റെ ആൾക്കാരാണ്, പാരമ്പര്യമായി നമുക്ക് പകർന്നു കിട്ടിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൈവിടാൻ നാം തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സംഘം ആ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് പുതിയൊരു സംഘടനക്ക് നേതൃത്വം നൽകി. അതിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ജംഇയ്യത്തുൽ ഉലമയുടെ മുന്നിൽ സമസ്ത എന്നുള്ള ഒരു പേരും കൂടി അതിന് കൂട്ടിച്ചു. അങ്ങനെയാണ് അത് രൂപീകൃതമായി. അവരുടെ പ്രധാന അജണ്ടകൾ ഇസ്ലാം തന്നെയാണ്, ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് വന്നത്. പക്ഷെ പാരമ്പര്യമായി അവർക്ക് പകർന്നു കിട്ടിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാല, മൗലീദുകൾ, റാത്തീബുകൾ ഇതൊന്നും കൈവിടാൻ നാം തയ്യാറല്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. സത്യത്തിൽ ഈ പറയുന്ന ഒരു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇസ്ലാമിൽ ഖുർആനിലോ അല്ലെങ്കിൽ കൃത്യമായ സ്വഹീഹായ ഹദീസുകളെയോ പിൻബലം അതിന് ഇല്ല. ഇസ്ലാമിക നിയമത്തിൽ അതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഇന്നത്തെ ഒരു സമസ്ത മദ്രസകളിലും ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നില്ല. ഇത് തികച്ചും സൂഫീഷ്യ ആദർശങ്ങളും ആശയങ്ങളുമാകുന്നു. അതിന് ഇവർക്ക് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇത് മധുരിച്ചിട്ട് തുപ്പിക്കളയാനും വയ്യ, കഴിച്ചിട്ട് അതിറക്കാനും വയ്യ. കാരണം ഇതിന്റെ സത്യം അവർക്കറിയാം. ഇത് ഖുർആനിനും തിരുവചനങ്ങൾക്കും എതിരാണെന്ന് അവർക്കറിയാം. അപ്പൊ അത് കയ്പാണ്. ആ കയ്പ് താഴോട്ട് ഇറക്കാൻ വലിയ മനപ്രയാസമുണ്ട്. അതുപോലെ അതിൽ നിന്നും ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും എന്നുള്ള ഒരു മധുരം അതിനുണ്ട്. ആ മധുരമുള്ളത് കൊണ്ട് അത് തുപ്പിക്കളയാനും വയ്യ. ഈ രൂപത്തിലുള്ള ഒരു സംഘർഷത്തിന്റെ ഇടയിലാണ് ഈ സമസ്ത രൂപീകൃതമായതും അത് മുന്നോട്ടു പോയതും ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നതും. അതേസമയം KJU അതിന്റെ യഥാർത്ഥ പാതയിൽ ഇന്നും നിലകൊള്ളുന്നു. അൽഹംദുലില്ലാഹ്. അഖ്റദവാന അൽഹംദുലില്ലാഹ്.